Hello guys, or Assalamualaikum warahmatullahi wabarakatuh. Aquí Iwan Tote Yusometin. ക്ഷേത്ര വിസ്താരം പരദൂഷണം ഷോ. ഗൈസ്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? 2025 ഈസ് ബിക്കമിങ് സോ വൈൽഡ്. കുറച്ച് മുമ്പ് ഒരാളുടെ മരണ സമാധി എന്ന് പേരും പറഞ്ഞ് ഇത്രയും കോമഡി ആക്കി. പിന്നെ കുറച്ച് ദിവസം മുമ്പ് അമ്മയെ മകൻ വെട്ടിക്കൊല്ലുക, അയൽവാസി 3 പേരെ വെട്ടിക്കൊല്ലുക, ഒരാൾ മരിക്കാൻ പോണേന് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുക, സ്കൂൾ പഠിക്കുന്ന പിള്ളേർ ഹെഡ് മാഷിനെ കൊല്ലാൻ നടക്കുക, പുതിയ ദൈവത്തെ ഉണ്ടാക്കുക, മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഊക്കാക്കേണ്ടി വന്ന ഒരേ ഒരാൾ നമ്മുടെ ഗോവൻ സ്വാമി ആയിരിക്കും. മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. യാ, ഗോവൻ സ്വാമി, ബിക്കോസ് ഹി ഈസ് നോ മോർ ഹ്യൂമൻ, ഹി ഈസ് ഗോഡ്. ഇനി എനിക്ക് അച്ഛനെന്ന് പറയാൻ പറ്റില്ല. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. ന്യൂ ഗോഡ് അൺലോക്ക്ഡ്, നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. ഒറിജിൻ ജനുവരി 11. ചൈതന്യം ലെവൽ 100. എബിലിറ്റീസ് ക്രിയേറ്റ് മീംസ് ആൻഡ് ട്രോൾസ്. ഈ സ്വാമി തന്നെ 28 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് 30 വർഷം മുമ്പ്. കേരളത്തിലെ ഒരു സൈഡിൽ മരിച്ച ഒരാളെ കോമഡി പീസാക്കി മാറ്റി, വേറൊരു സൈഡിലാണെങ്കിൽ ഒരാൾ മരിക്കാൻ പോകണമെങ്കിൽ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ കസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളാണെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിൽ ഒരേ ബീറടി ഡാൻസ് കളിയൊക്കെ. എന്താണ് ചോദിച്ചെന്ന് പറഞ്ഞു, ചാവാൻ പോലെ അതിന്റെ സെലിബ്രേഷൻ ആണ്. വാ വാ വാ, ഒരാൾ മരിക്കാൻ പോണത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നു. കൂടി പോയാൽ 38 വയസ്സ് വരെ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. Code took it personal. No, Girishma and this statue needs the same thing. ശിവ യൂട്യൂബിൽ ശവത്തിൽ കുത്തൽ ചടങ്ങുകളൊക്കെ പതിവ് തെറ്റിക്കാതെ നടന്നു പോകുന്നുണ്ട്. പിഴച്ചവർക്ക് നാട് മൊത്തം ലൈനാണെന്നാണ് പറയുന്നത്. നാട് മൊത്തം ഇവള് കാമക്കേളി കയറി നടന്നവളാണ് ഇവള്. നോ കമന്റ്സ്. ഗൈസ്, കേരളത്തിൽ ഇതിനു മുമ്പ് ഒരാളെ തൂക്കി കൊന്നത് 1991. ആളുടെ പേര് റിപ്പർ ചന്ദ്രൻ എന്നാണ്. ആളൊരു സീരിയൽ കില്ലറാണ്. 14 പേരെ തലക്കടിച്ച് കൊന്നുണ്ട് അയാൾ. ആൻഡ് ഹീ ഈസ് എ സൈക്കോപാത്ത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. എന്തൊരു അഭിനയോടെ. സിനിമാ ഫീൽഡിൽ നല്ല ഭാവിയുള്ള കൊച്ചായിരുന്നു ഗൈസ്. തൂക്കിക്കൊല്ലൽ കുറച്ച് മോശമായെന്നാണ് എൻ്റെ ഒരു ഇത്. ഓസ്കാർ അവാർഡ് കൊണ്ട് അണ്ണാക്കിൽ അടിച്ച് കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ഓർ വാട്ട്? യോജിക്കുന്നവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. സ്ത്രീകളെ സ്നേഹിക്കുകയാണ് വേണ്ടത്, മനസ്സിലാക്കുകയല്ല. പുരുഷന്മാരെ മനസ്സിലാക്കുകയാണ് വേണ്ടത്, സ്നേഹിക്കുകയല്ല. ഹലോ അണ്ണ, അണ്ണന്റെ വിജയനെ കാണാനുള്ള തീർത്ഥാടനമൊക്കെ എന്തായി? ഞാൻ ആക്ച്വലി ഇയാളെ റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തമിഴ്നാട് നിന്ന് എല്ലാവരും ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇയാൾ ഓപ്പോസിറ്റ് വിജയനെ കാണാൻ വേണ്ടി അങ്ങോട്ട് നടക്കുന്നത്. ഇന്നലെ രാത്രി എന്നെ വിളിച്ച് എന്നെ ഇപ്പൊ അവൻ എന്നെ കൊല്ലുന്നാണ് പറയുന്നത്. ആ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണ്ടെന്ന് ഞാൻ വെച്ചു. അവനെ നമ്മളൊരാളിനെ വേദനിപ്പിക്കേണ്ട വേദനിക്കും. രാവിലെ എന്നെ കൊല്ലുന്നാണ് അവൻ പറഞ്ഞത്. അവൻ നമ്പർ ഞാൻ പറഞ്ഞുതരാം. അണ്ണന്റെ ഫാൻസിനെ തൊട്ട പാലക്കാട് ഇറങ്ങി അണ്ണൻ നമ്പർ പറയണം, വിളിച്ച് 40 പറയട്ടെ. 40 67 95 74 56. താങ്കൾ വിളിക്കുന്ന വ്യക്തി അയ്യോ മാറിപ്പോയി. ഈ നമ്പർ തെറ്റാണ്, ഉണ്ണിക്കണ്ണു നമ്പർ മാറിപ്പോയി. ഈ നമ്പർ തന്നെ. ഞാൻ എന്തെങ്കിലും ആരിനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ വന്ന് രാവിലെ എന്നെ കൊല്ലുന്നാണ് അവൻ പറയുന്നത്. കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത്രയ്ക്കും ഭാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും. വിജയ് തന്നെ ആയിരിക്കും ഗൈസ്. ഞാൻ പുറത്തിറങ്ങി നടക്കുക. ഞാൻ ആരിനും വേദനിപ്പിക്കാത്ത ആളല്ല. അണ്ണ കേരളം ഫുള്ള് അണ്ണന്റെ കൂടെ ഉണ്ട്. അണ്ണൻ ധൈര്യമായിട്ട് പൊക്കോ, മുന്നോട്ട് പൊക്കോ. അണ്ണ ഒരു ദിവസം വിജയണ്ണെ കാണും. പിറ്റേ ദിവസം ലോകാവസാനിക്കേണ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അണ്ണ മുന്നോട്ട് പോകണം. എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും ഗൈസ്. അതാണ് ഈ പ്രകൃതിയുടെ നിയമം. നന്മയുണ്ടെങ്കിൽ തിന്മയും ഉണ്ടാകും, വെളിച്ചമുണ്ടെങ്കിൽ രാത്രിയും ഉണ്ടാകും, ഉണ്ണിക്കണ്ണനും ഉണ്ടെങ്കിൽ ഒരു വലിയ കണ്ണനും ഉണ്ടാകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവൻ ഈ പോണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷെ അണ്ണൻ എന്തിനാ അതിന്റെ പിന്നാലെ പോണേ? ഈ മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ല. കുറെ മണ്ടന്മാരായ ഫാൻസുകാരെ പറ്റിക്കേണ്ട കാര്യമില്ല. ബാക്ക് ഈ ബാഗ് നോക്കി എങ്ങോട്ടാ? ഡോറ കണ്ടിട്ട് പ്രയാണത്തിന് ഇറങ്ങിയതാണോ? ഉണ്ണിക്കണ്ണൻ മെൻ വലിയ കണ്ണൻ വാക്സിൻ. എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു, അത് വീട്ടിലറിഞ്ഞു. എന്നിട്ട് അത് തടഞ്ഞു, നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അവനെ കള്ളക്കേസിൽ കൊടുത്തു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അവനെ കൊല്ലാൻ വരെ നോക്കിയ തെളിവുകളുണ്ട്. സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവാണ്. ഇനി നോക്കണ്ട, എന്നെ അന്വേഷിക്കണ്ട. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകണം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ബട്ട് അതൊരിക്കലും നടക്കാൻ പോകണില്ല. ആരോടെ മാസം മുഞ്ചിന് ഗൈസ് 30 റുപ്പീസ് ഗൂഗിൾ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ്. ഇതുപോലൊരു ചതി എന്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് പറ്റിപ്പോയി. പക്ഷെ ഞങ്ങളെല്ലാവരും ആ സ്കൂൾ യൂണിഫോം അയച്ചു വെക്കാണ്ട് ഓടിച്ചുകൊണ്ടാണ് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞത് വീട്ടിൽ തന്നെ വരുന്നു. ഈ മെച്യൂരിറ്റി ഇല്ലാത്ത ഓരോ വെടലകൾ കാണിക്കുന്ന കാണുമ്പോഴാണെങ്കിൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് മീം ഓഫ് ദി ഡേ. മൊട്ടത്തലയുള്ളവരുടെ ആഗോള കൂട്ടായ്മയായ മൊട്ട ഗ്ലോബൽ ഒമാൻ ചാപ്റ്ററിലെ അംഗങ്ങൾ മസ്കറ്റിൽ ഒത്തുചേർന്നു.
ഡാർസൈറ്റ് ബീച്ചിലാണ് മുട്ടകൾ ഒത്തുചേർന്നത്. മുട്ടകൾ ഒത്തുചേർന്നു. ബോഡി ഷെയിം അനുഭവിക്കുന്നവരെ ചേർത്തു നിർത്തണമെന്നും കൂട്ടായ്മ വ്യക്തമാക്കി. മുട്ടകൾ ഒത്തുചേർന്നത് അവര് ബോഡി ഷേവിംഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു സംഘടന തുടങ്ങി കഴിഞ്ഞു പറഞ്ഞാൽ സംഘടനയിലുള്ള എല്ലാവരും ബോഡി ഷേവിംഗ് ചെയ്യുക സർട്ടിഫൈഡ് കില്ലാടി തന്നെ. അപ്പൊ ഗൈസ് എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ കിടിലൻ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കെ.